ഹായ് ഗായ്സ്, ഞങ്ങൾ കിണർ കുഴിച്ച സ്റ്റോറി നിങ്ങളായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി കിണർ കുഴിക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ആദ്യം തന്നെ എനിക്ക് ഈ കിണർ കുഴിക്കുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാനൊന്ന് പറയാം. എൻ്റെ വീട്ടിൽ കിണറുണ്ട്, പക്ഷേ അതിൻ്റെ അടിയിൽ മുഴുവൻ പാറയായിരുന്നു. അതുകൊണ്ട് നമുക്ക് വേനൽക്കാലത്തൊന്നും വെള്ളം ഉണ്ടാവില്ല. മഴ പെയ്യുമ്പോൾ കെട്ടി നിൽക്കുന്ന വെള്ളം മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടാറുള്ളത്. പിന്നെ ഞങ്ങൾക്ക് പഞ്ചായത്ത് പൈപ്പൊക്കെ ഉണ്ട് കേട്ടോ. പഞ്ചായത്ത് പൈപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും വൃത്തികെട്ട വെള്ളം വരുന്ന പൈപ്പ് വേറെ ഉണ്ടാവില്ല. ഈ ചായ ഉണ്ടല്ലോ, പാലൊഴിച്ചിട്ടുള്ള ആ ചായൻ്റെ കളറായിരിക്കും ആ വെള്ളത്തിന്. അത് മാത്രമല്ല, ഒരുമാതിരി വൃത്തികെട്ട സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ ആ ഒരു വെള്ളത്തിന്. വല്ലപ്പോഴും മാത്രമേ അതിൽ നിന്ന് നല്ല വെള്ളം വരുള്ളൂ. ആ സമയത്ത് ഞങ്ങൾ ആ വെള്ളം എടുത്ത് ശേഖരിച്ച് വെക്കും, അല്ലെങ്കിൽ അടുത്ത വീട്ടിലൊക്കെ പോയിട്ട് കോരി കൊണ്ടുവരും, അത് യൂസ് ചെയ്യും. അങ്ങനെയാണ് കേട്ടോ സാധാരണ ഞങ്ങൾ ചെയ്യാറ്. പിന്നെ തീരെ വെള്ളമില്ല, അത്രയും വേനലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പുഴയിൽ നിന്നൊക്കെ ടാങ്കിൽ വെള്ളം നിറച്ച് കൊണ്ടുവരും. എന്നിട്ട് ഇല്ലാത്ത വീടുകളിലൊക്കെ കുറച്ച് കുറച്ചായിട്ട് കൊടുക്കും, 1, 2, 3 ദിവസമൊക്കെ കൂടുന്ന സമയത്ത്. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം മാരേജ് കഴിഞ്ഞ് ഏട്ടൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ കിണറില്ല, തറവാട്ടിൽ നിന്നാട്ടോ ഞങ്ങൾ വെള്ളമൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും ആഗ്രഹമായിരുന്നേ ഒരു കിണർ വേണം എന്നുള്ളത്. കിണറിൻ്റെ പണി തുടങ്ങാമെന്ന് വിചാരിച്ചു. ആ സമയം മുതൽ മൊത്തം മുടക്കം തന്നെയാട്ടോ ഉണ്ടായിരുന്നത്. കിണർ കുഴിക്കാൻ ആദ്യം ഞങ്ങൾ കണ്ടിരുന്ന സ്ഥാനം മാറ്റി പിന്നെയും വേറെ സ്ഥാനം കാണേണ്ടി വന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കിണർ പണി തുടങ്ങിയതിന് ശേഷം ചെറുതായിട്ട് മഴേൻ്റെ ടൈമായിരുന്നേ. അതുകൊണ്ട് അവർ പറഞ്ഞ് ഇനിയിപ്പം മഴ നിന്ന് വേനലായി, നല്ല വേനൽ വന്നതിന് ശേഷം മാത്രമേ കുഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിലേ നമുക്ക് വേനൽക്കാലത്തും നല്ല ഉറവ വരുള്ളൂ, വെള്ളം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ കിണറിൻ്റെ പണി കുറച്ച് മാസങ്ങളായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാർച്ചൊക്കെ ആയി, ആ ടൈമിലാണ് ഞങ്ങൾ പിന്നെയും ഈ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്ക് കുറച്ച് മണ്ണൊക്കെ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെയും കുഴിച്ച്, അതിൻ്റെ ശേഷം ഈ പണിക്കാർ പോയി കഴിഞ്ഞ് പിറ്റേ ദിവസത്തേക്ക് പിന്നെയും മണ്ണൊക്കെ ഇടിഞ്ഞിട്ടോ. പിന്നെ അത് കോരി വൃത്തിയാക്കി പിന്നെയും കുഴിച്ച്, അങ്ങനെ അതുകൊണ്ട് 1-2 ദിവസത്തെ പണി കൂടുതലായിട്ട് ഞങ്ങൾക്ക് വേണ്ടി വന്നു കേട്ടോ. പിന്നെ താഴെ മണ്ണിങ്ങനെ ഇടിയുന്നതുകൊണ്ട് ഒരുപാട് കല്ല് വെച്ച് കെട്ടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ കിണറിൻ്റെ പണി പൂർത്തിയായി, വെള്ളമൊക്കെ കണ്ടു. ഞങ്ങൾ മോട്ടർ വെച്ച് വീട്ടിലേക്ക് വെള്ളം ഉപയോഗിക്കാൻ തുടങ്ങിയേ. എന്നാലും പാളയും കയറും ഒന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം കുറേ മാസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങൾ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അച്ഛനും ഏട്ടനും കൂടെ അതൊക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാനായിരുന്നു കേട്ടോ ഈ ഒരു കിണറിൽ നിന്ന് ആദ്യമായിട്ട് വെള്ളം കോരി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കിണറൊക്കെ നന്നായിട്ട് ഇടിഞ്ഞതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ക്യാഷൊക്കെ ഞങ്ങൾക്ക് ഇതിനു വേണ്ടി ചിലവാക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെ തടസ്സങ്ങൾ നേരിട്ടിട്ടാണെങ്കിലും അവസാനം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കിണർ ഉണ്ടാക്കി കേട്ടോ. പിന്നെ എല്ലാ പണിയും തീർന്ന് ഞാൻ ഈ കിണറ്റിലേക്ക് നോക്കുന്ന സമയത്ത് എനിക്കെന്തോ ദൈവം അനുഗ്രഹിച്ച് തന്ന വെള്ളം പോലെയൊക്കെയാണ് കേട്ടോ ഇത് കാണുമ്പോൾ തോന്നുന്നത്. അത്രയും ഭംഗിയാണ് ഈ വെള്ളം കാണാൻ വേണ്ടിയിട്ട്.